നമസ്കാരം, ഫുട്ബോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ അർജന്റീന വേഴ്സസ് ഉറുഗ്വ ഒരു കിടിലൻ മത്സരം. ഉറുഗ്വയുടെ ഹോം മാച്ച് ആയിരുന്നു. അൽമാഡയുടെ ഗോളിൽ അർജന്റീന 1-0 ഒരു വിക്ടറി നേടിയിരിക്കുകയാണ്. ലയണൽ മെസ്സി ഇല്ലാത്ത അർജന്റീന ടീം എങ്ങനെ ടോപ്പ് സൈഡിന് അഗേൻസ്റ്റ് പെർഫോം ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മെസ്സി ഇല്ലായിരുന്നു, ലൗത്താറോ ഇല്ലായിരുന്നു. ഈ ടീം മെസ്സി ഡിപ്പെൻഡൻസിയിൽ നിന്ന് മാറുകയാണ് എന്നുള്ളതിൻ്റെ അഥവാ മെസ്സി ഈസ് സമൺ സ്പെഷ്യൽ. ഇപ്പോഴൊരു ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്ലെയറാണ്, പക്ഷേ സ്റ്റിൽ മെസ്സി ഇല്ലാതെ നമുക്ക് കളിക്കാം, പഴയതുപോലല്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഇപ്പം ലയണൽ സ്കലോണി ഈ ടീമിന് കൊടുക്കുന്നുണ്ട്. അത് ഹ്യൂജ് ബൂസ്റ്റാണ്. നമുക്കറിയാം, നേരത്തെ അവസ്ഥകൾ അറിയാം. പാസ് ദ ബോൾ ടു മെസ്സി ആൻഡ് വെയിറ്റ്. അതായത് നമ്മൾ നേരത്തെ കണ്ടിരുന്ന എല്ലാ മാനേജേഴ്സും ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് സ്കലോണി വന്നതിന് ശേഷം നമ്മൾ നോക്കാനായിട്ടാണ് ആ ടീമിനെ ഒരു പാർട്ടാക്കി മെസ്സിനെ മാറ്റുന്നു. നമ്മൾ നോക്കാനായിട്ടാണ് ലാസ്റ്റ് എസ്പെഷ്യലി വേൾഡ് കപ്പിന് ശേഷം വിത്തൗട്ട് മെസ്സി കളിക്കാനായിട്ട് അർജന്റീന കുറച്ചുകൂടെ സജ്ജമാക്കിക്കൊണ്ട് വിളി വരുന്നു. ഈവൻ കോപ്പ അമേരിക്ക നമ്മൾ കണ്ടു ഹൗ ടീം പ്ലേഡ് റിയലി വെൽ. ഈവൻ ദോ മെസ്സിയുടെ ആ ലെവൽ വെച്ച് നോക്കാനായിട്ടാണ് ഒരു ബിലോ പാർ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആയിരുന്നു ആ ടൂർണമെന്റ് എങ്കിലും. ഈ ടീമിൽ നമ്മൾ നോക്കാനായിട്ടാണ് സ്കലോണി കൂടുതൽ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ മാച്ചിലാണെങ്കിലും ലൗത്താറോ മാർട്ടിനസും മെസ്സിയും ഈ ടീമിലെ ഗ്യാരണ്ടി 2 സ്റ്റാർട്ടേഴ്സ് ഇല്ലായിരുന്നു. ഡിപ്പോൾ കളിക്കാനായിട്ട് ഫിറ്റ് അല്ലായിരുന്നു. ഡിപ്പോളിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല, യൂസ് ചെയ്തുമില്ല. ഇന്നലെ മിഡ്ഫീൽഡിൽ നമ്മൾ കണ്ടു മക്കലിസ്റ്ററിനോടൊപ്പം എൻസോടൊപ്പം പാരഡൈസ് ഇറങ്ങുന്നത് കണ്ടു. ഗർനാച്ചോനെ നമുക്കറിയാം സ്ക്വാഡിൽ എടുത്തിട്ടില്ല. ഗർനാച്ചോ എന്തുകൊണ്ടില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. അൽമേഡനെയും സിമിയോണിനെയാണ് നമ്മൾ നോക്കാനായിട്ടാണ് വൈഡ് ഏരിയാസിൽ സ്റ്റാർട്ട് ചെയ്തത്. ഈ ടീമിൽ ധാരാളം ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ നോക്കാനായിട്ടാണ് ഈ ടീം ഒരു മറ്റ് പല വേൾഡ് ഫുട്ബോൾ ടീമായിട്ട് നോക്കുമ്പോഴേക്കും സൂപ്പർ സ്റ്റാറുകൾ ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ പറയത്തില്ല. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ടാഗ്ലിഫിക്കോ ഒക്കെ പോലത്തെ പ്ലേസ്. ടാഗ്ലിഫിക്കോ ഇന്നത്തെ മാച്ചിൽ വളരെ ബെസ്റ്റ് പെർഫോമൻസ്. 5 ഇന്റർസെപ്ഷൻസ്, 4 ടാക്കിൾസ്, 90% പാസിംഗ് ആക്യുറസി. പക്ഷെ നമ്മൾ നോക്കാനായിട്ടാണ് മറ്റ് പല ലോക ഫുട്ബോളിലും ബിഗ് ടീംസിനുള്ള അത്രയും സൂപ്പർ സ്റ്റാർട്ടഡ് ലെഫ്റ്റ് ബാക്ക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അതുപോലെ തന്നെ മറ്റ് പല പൊസിഷനിൽ ഇപ്പോൾ പരഡസ് ഒക്കെ ആണെങ്കിലും ഇപ്പം ഒരു വേൾഡ് ക്ലാസ് മേ ബി ഒരു ടോപ്പ് സൈഡുകളിൽ നോക്കുന്ന ഒരു മിഡ്ഫീൽഡർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണ് വേൾഡ് ഫുട്ബോളിൽ ഫ്രാൻസോ അല്ലെങ്കിൽ പോർച്ചുഗലോ അല്ലെങ്കിൽ ഈവൻ ഇംഗ്ലണ്ടോ അല്ലെ ഇപ്പം സ്പെയിൻ്റെ ഒക്കെ ടീമായിട്ട് വെച്ച് നോക്കുമ്പോഴേക്കും സൂപ്പർ സ്റ്റാർ മെറ്റീരിയൽസ് ഉണ്ട് അർജന്റീന, ഇല്ല എന്നല്ല. പക്ഷേ നമ്മളറിയില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണെങ്കിലും നമ്മൾ പറയുമല്ലോ ഒരു വർക്കോഹോളിക് ആയിട്ടുള്ള ഈവൻ ദോ എന്നാ പറയുക ഒരു വേൾഡ് ക്ലാസ് ടാലൻസുകൾ അല്ലെങ്കിലും ടീമിന് വേണ്ടി വർക്ക് ലോഡ് എടുക്കുന്ന പ്ലേയേഴ്സ് നമ്മൾ അങ്ങനത്തെ പ്ലേയേഴ്സ് ധാരാളം ഉണ്ട് ഈ അർജന്റീന ടീം. ആസ് എ ടീം അത് ബാലൻസ് ആയി പോകുന്നുണ്ട് സൂപ്പർ സ്റ്റാറോടൊപ്പം അങ്ങനത്തെ പ്ലേയേഴ്സ് വരുമ്പോൾ. ഇന്നലെ ആളിനെ നമ്മൾ കണ്ട് സിമിയോണിയും അൽമാഡെ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഗർനാച്ചോനെ സ്ക്വാഡിൽ എടുക്കുന്നില്ല. അഥവാ വൺ ഓഫ് ദ റീസൺ എക്സാക്ട്ലി സിമിയോണിക്കറിയാം ടീമിൽ എല്ലാവരും വർക്ക് റേറ്റ് കൊടുക്കണം. സിമിയോണിയും അൽമാഡെ ആ ടീമിൽ കൊടുക്കുന്ന വർക്ക് റേറ്റ് കാണുമോ? ഇന്നലെ ആണെങ്കിലും ഫുൾ ബാക്സിന് എന്തുമാത്രം കവറാണ്. ഇപ്പം ബിഎൽസിയുടെ ഉറുഗ്വ നമുക്കറിയാം വൈഡ് ഏരിയാസ് എസ്പെഷ്യലി വിങ് ബാക്സിന് ഫുൾ ഫ്രീഡം കൊടുക്കുമ്പോൾ ഇപ്പോൾ അറ്റാക്ക് ചെയ്യും, മിഡ്ഫീൽഡേഴ്സ് അറ്റാക്ക് ചെയ്യും, വൈഡ് ഏരിയാസ് യൂസ് ചെയ്യും, പിച്ച് സ്ട്രെച്ച് ചെയ്യും. അതുകൊണ്ട് അൽമേഡയും സിമിയോണിയും വൈഡ് ഏരിയാസിന് ഫുൾ ബാക്സിന് കവർ കൊടുക്കുകയാണ്. ആ വർക്ക് റേറ്റ് ആണ് വേണ്ടത്. അതാണ് ഇന്നലെ അവർ രണ്ടുപേരും കൊടുക്കുകയും ചെയ്തത്. ആൻഡ് അൽവാറസ് അഗെയിൻ മെസ്സിയുടെ ലൗത്താറോയുടെ അഭാവത്തിൽ ഹിഡിറ്റ് റിയലി വരും. ആ പാസ് ഒക്കെ അൽവാറസ് മെസ്സി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ പുള്ളിനോട് ഓരോ റോൾ ഇപ്പം സെൻട്രൽ ഫോർവേഡ് കളിക്കാൻ പറഞ്ഞാൽ കളിക്കും, ക്രിയേറ്റീവ് പ്ലെയർ ആവാൻ പറഞ്ഞാൽ കളിക്കും, മിഡ്ഫീൽഡിലോട്ട് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ കളിക്കും, ഡിഫൻസീവ് വർക്കിലോട്ട് എടുക്കണോ എടുക്കാം, ക്രിയേറ്റർ ആവണോ ആവാം, ഫൈനൽ ടച്ച് കൊടുക്കാനായിട്ട് ബോക്സിൽ നിൽക്കണം എല്ലാ റോളും ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ മാച്ചിലാണെങ്കിലും ലൗത്താറോയുടെ മെസ്സിയുടെ അഭാവത്തിൽ ആ ഫ്രണ്ടിലെ അറ്റാക്ക് പുള്ളി എടുക്കുകയാണ്. ആൻഡ് അൽമേഡയുടെ ഗോൾ കട്ട് ചെയ്ത് കയറിയിട്ട് ആ ഒരു ഷോട്ട് ഒരു രക്ഷയില്ലാത്ത സാധനം. കഴിഞ്ഞ ദിവസം വിനിയുടെ ഒരു ഷോട്ട് നമ്മൾ പറഞ്ഞു ചെറിയൊരു ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു 1.5 ഐറ്റം. ഈ സെയിം സാധനം നമ്മൾ കണ്ടിരുന്നു കുറച്ച് കുറേ സമയങ്ങൾക്ക് മുമ്പ് അൽമാഡയുടെ ഈ ഒരു സെയിം സാധനം റൊച്ചറ്റ് സേവ് ചെയ്തിരുന്നു. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ഐറ്റം. പക്ഷേ ഇത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അതിനേക്കാൾ ഒരു ബെറ്റർ ഫിനിഷ് ആവുമായിരുന്നു. ഒരു 1.5 ഗോൾ. നമ്മൾ സ്റ്റാറ്റ്സ് നോക്കാനായിട്ടാണെങ്കിലും നമ്പർ ഓഫ് ചാൻസസും മറ്റു ക്രിയേഷനും എല്ലാം കുറവെന്ന് പറഞ്ഞാൽ അമ്മാതിരി 10, 25, 30 ഷോട്ട് 8ഓളം ബിഗ് ചാൻസ് ക്രിയേഷൻ അങ്ങനെയൊന്നുമല്ല. ക്രിയേറ്റ് ചെയ്യുന്ന ബിഗ് ചാൻസുകൾ കൺവേർട്ട് ചെയ്യുക, ഡിഫെൻസീവ്ലി സോളിഡ് ആവുക. അപ്പുറത്ത് ഉറുഗ്വ നമുക്കറിയാം ബിഎൽസിയുടെ സൈഡ് നല്ലപോലെ കളിക്കുന്ന ഒരു സൈഡാണ്. ഉറുഗ്വയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റാർട്ടിംഗ് 11 അവർ ഇറക്കിയത്. എന്നിട്ടും പ്രോബബ്ലി വാൽവേഡയുടെ ഒരു ഷോട്ട് ഒട്ടോമാറ്റിക് ബ്ലോക്ക് ചെയ്താന്ന് തോന്നുന്നു. 60 62 മിനിറ്റിൽ മറ്റും അങ്ങനെ വന്നൊരു സംഭവം. അതായിരുന്നു പ്രോബബ്ലി ഉറുഗ്വയ്ക്ക് ഇന്നത്തെ മാച്ചിൽ കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ചാൻസ്. അല്ലാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അർജന്റീന ഡിഫൻഡ് ഇവർ അതാണ് പ്രോപ്പർലി ഡിഫെൻഡ് ചെയ്തു. പക്ഷെ അല്ലാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കാര്യമായിട്ടുള്ള സീരീസ് ചാൻസുകൾ ഉറുഗ്വയിലൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അർജന്റീന അലോ ചെയ്തില്ല. അവരുടെ സ്ട്രെങ്ത് ഡിഫെൻഡ് ചെയ്തു. പ്രോപ്പർ ഡിഫൻസീവ് സ്ട്രക്ചർ, മിഡ്ഫീൽഡ് പാരഡസിന്റെ പെർഫോമൻസ് ചെയ്യുന്ന ടോപ്പ് നോച്ച്. മക്കലിസ്റ്ററൊക്കെ നമ്മളിപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഗ്രേവിയാണ് അർജന്റീന ടീമിലോട്ട് വരുമ്പോൾ. പുള്ളിയുടെ ഫൈറ്റിലോട്ട് ഇൻവോൾവ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ചൂടാവുന്നു, കലിപ്പിലോട്ട് പോകുന്നു. ലാസ്റ്റ് നമ്മൾ കണ്ടു റെഡ് കാർഡ് ഇൻസിഡൻ്റ് ഒക്കെ കണ്ടു. ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫയറും അടിയും ബേളും ഒക്കെ ഉണ്ടായിരുന്നു അവസാനം.
പക്ഷെ അർജന്റീന പ്രോപ്പറായിട്ട് ഒരു ഗെയിം മാനേജ്മെന്റ് ഉറുഗ്വേ അവേ ചെന്നിട്ട് 3 പോയിന്റ്സ് നേടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. സോ ഇനി അടുത്ത ബ്രസീലുമായിട്ടാണ് നമുക്ക് നോക്കാം കാര്യങ്ങൾ അങ്ങനെ പോകുന്നത്. സോ അവിടെ നമ്മൾ മറ്റേ 1-2 അപ്ഡേറ്റ്സ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇപ്പം പ്ലെറ്റൻബർഗ് ഉൾപ്പെടെ ഉള്ളവരെല്ലാം സീരിയസ്ലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചാവി സിമൻസിലും അതുപോലെ തന്നെ കെനൻ ഇൽഡിസിലും സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ. സോ പ്രയോറിറ്റി ടാർഗറ്റ് ഇവർ രണ്ടുപേരുമാണ് നിൽക്കുന്നുണ്ട്. കെനൻ ഇൽഡിസിന്റെ കാര്യം കൂടുതൽ പ്ലെറ്റൻബർഗ് എടുത്ത് പറയുന്നുണ്ട്. യുണൈറ്റഡ് റിയലി റേച്ചിങ് ഹൈ. സോ പ്ലെയറിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ ഈ സീസൺ 28 സിരിയ മാച്ചുകളിൽ നിന്ന് 4 ഗോളും 3 അസിസ്റ്റ് ആൾക്കുള്ളൂ. പക്ഷെ ആളുടെ പെർഫോമൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ഹി ഷുഡ് ഡു മോർ. ഇതിന്റെ ഏറ്റവും വലിയ പുള്ളിയുടെ പെർഫോമൻസ്, അതോ പുള്ളിയുടെ ഒരു അബിലിറ്റി അറിയണമെങ്കിൽ നിങ്ങൾ ഒക്ടോബർ 27 തോന്നുന്നു നടന്നൊരു മത്സരമുണ്ട്, ഇന്റർ മിലാൻ വേഴ്സസ് യുവന്റസ്. അതിൽ ഇൽഡിസ് ബെഞ്ചിൽ നിന്ന് ഇറങ്ങി ആ മാച്ച് ഡ്രോ പിടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇന്റർ മിലാന്റെ ഡിഫൻഡേഴ്സിനെ വട്ടം കറക്കുന്ന ഒരു സിറ്റുവേഷൻ. സോ പറ്റുവാണെങ്കിൽ ആ മാച്ച് ഒന്ന് യുണൈറ്റഡ് ഫാൻസ് ഒന്ന് കയറി കാണുക. എസ്പെഷ്യലി ഇൽഡിസ് ഇറങ്ങിയതിന് ശേഷമുള്ള പോർഷൻസ് കാണാം. പുള്ളി ഒരു 1.5 ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. സോ മോട്ട ടു ആൻ എക്സ്റ്റെന്റ് ഞാൻ പറയും ഇൽഡിസിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഈവൻ ദോ ആ ഒരു ഡ്രോ പിടിച്ചുകൊണ്ട് യുവന്റസുകൾ പൊക്കോണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ പിച്ചിൽ എന്തെങ്കിലും ഒരു ആശ്വാസം തന്നുകൊണ്ടിരുന്ന ഇൽഡിസിന്റെ കാലിലോട്ട് ബോൾ പോകുമ്പോഴാണ്. സോ പുള്ളിയുടെ ഗുണം എന്ന് പറഞ്ഞാൽ 2 ഫുട്ടും. ഇപ്പോൾ ഡെമ്പലയുടെ കാര്യം പറയുന്നത് റൈറ്റ് ഫുട്ടിലും ലെഫ്റ്റ് ഫുട്ടിലും സ്ട്രോങ് ആണ്. റൈറ്റിലെ ലെഫ്റ്റിലെ സെൻട്രൽ ഏരിയാസിൽ എല്ലാം കളിക്കാം. ഈ 2 വൈഡ് ഏരിയാസിൽ വിടാം, സെൻട്രൽ ഏരിയാസിൽ കംഫർട്ടബിൾ ആണ്. സോ ഐ തിങ്ക് ഇപ്പം നമ്മൾ ബ്രൂണോ ഫെർണാണ്ടസ് ഇപ്പോൾ അന്യായ പെർഫോമൻസ് കൊടുക്കുന്നത്. പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസിനെ നമ്മൾ ചില സമയത്ത് എക്സ്പെക്ട് ചെയ്യുമല്ലോ. ആ ഒരു ഇന്റലിജൻസ് യൂസ് ചെയ്യുക, ബോൾ ഹോൾഡ് ചെയ്യുക, പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുക, പ്രോബ്ലി ആ ഒരു അറ്റാക്ക് മിഡ്ഫീൽഡർ ട്രൈറ്റ് പലരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ ബ്രൂണോ ഫെർണാണ്ടസ്. ചില സമയത്ത് കിട്ടാത്തൊരു ഐറ്റം അത് ഇൽഡിസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. പുള്ളി അത് കൊണ്ടുവന്ന് പെർഫോം ചെയ്യാൻ തുടങ്ങിയാൽ, കാരണം നമ്മൾ പറയുന്നത് ഫുട്ബോളിംഗ് ഐക്യു അത്യാവശ്യമുള്ള പ്ലെയറാണ്. ഡ്രിബിളിംഗ് അന്യായ ഡ്രിബിളറാണ്, അന്യായ പാസിംഗ് റേഞ്ചുമാണ് പുള്ളിയുടെ. സോ മേ ബി ഐ തിങ്ക് ബ്രൂണോ ഫെർണാണ്ടസും ഇൽഡിസിനെയും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് അമോറിമിന് സാധിച്ചാൽ അതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. ആൻഡ് വൺ ഓഫ് ദ ഫ്രണ്ട് 3 പ്ലേയേഴ്സ് ആയിട്ട് നമ്മൾ പറയില്ല, ഒരു വിറ്റ്സ്, ഒരു ഉദാഹരണം പറയാനാണ് ഒരു ഫ്ലോറിയൻ വിറ്റ്സിന്റെ മേ ബി ഒരു 3 or 4 or 5 ഇയേഴ്സ് കഴിയുമ്പോഴേക്കും മേ ബി വിറ്റ്സിനോടൊപ്പം ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് നമ്മൾ റേറ്റ് ചെയ്തേക്കാം. ആ ഒരു പ്രോഗ്രഷനിലോട്ട് പൊക്കോണ്ടിരിക്കുന്ന പ്ലെയറാണ്. ഇഫ് എവറിത്തിങ് ഗോസ് റൈറ്റ്, ആ ഒരു ടാലന്റ് ഉണ്ട്. ഞാൻ പറയില്ല വിറ്റ്സുമായിട്ടൊന്നും കമ്പയർ ചെയ്യത്തക്ക ലെവലോട്ട് ഇപ്പോൾ എത്തിയിട്ടില്ല. ബട്ട് 3 or 4 ഇയേഴ്സ്, അടുത്ത 4 വർഷം, 19 വയസ്സേ ഉള്ളൂ, അടുത്ത 4 വർഷം ആളുടെ പ്രോഗ്രഷൻ പ്രോപ്പറായിട്ട് പോവുകയാണെങ്കിൽ മേ ബി നമ്മളിപ്പം വിറ്റ്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന പോലെ ആ ഒരു അബിലിറ്റി അഥവാ ആ ഒരു പെർഫോമൻസ് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ. സോ യുണൈറ്റഡ് സൈൻ ചെയ്ത് അമോറിമിൻ്റെ അണ്ടർ പ്രോപ്പറായിട്ട് ആരെ നർച്ചർ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി യുണൈറ്റഡ് ഈസ് ഗെറ്റിംഗ് എ ടോപ്പ് പ്ലെയർ. കേൾക്കുന്ന പ്രൈസ് 90 million euros ആണ് യുവന്റസ് ഡിമാൻഡ് ചെയ്യാൻ പോകുന്നത്. എസ്പെഷ്യലി ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ യുവന്റസ് മൈറ്റ് ഹാവ് ടു സെൽ എന്നുള്ള റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. അപ്പോഴത്തെ റാസ്മസ് ഹോയ്ലൻഡിൽ യുവന്റസിന് ഇൻട്രസ്റ്റഡ് ആണെന്നും ഹോയ്ലൻഡിനെയും ഈ ഒരു ഡീലിൽ ഉൾപ്പെടുത്താനായിട്ട് യുണൈറ്റഡ് റെഡി ആയേക്കും എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇതിലെന്ന് മാത്രം ട്രസ്റ്റ് ആണെന്ന് നമുക്കറിയത്തില്ല. ബട്ട് 90 million ആസ്കിംഗ് പ്രൈസ് ടു മച്ച് ആണെന്നും അത് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് യുണൈറ്റഡ് നോക്കുമെന്നും കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ചാവി സിമൻസിന്റെ പേരും നമ്മൾ നോക്കാനായിട്ടാണ് ലിങ്ക്ഡ് ആക്കി കേൾക്കുന്നുണ്ട്. സോ ഈ 2 പ്ലേയേഴ്സിന്റെ കാര്യം പറയാനായിട്ടാണ്. ഇപ്പോൾ ഇൽഡിസ് റിയലി ഗുഡ് പാസറാണ്. നമ്മൾ നോക്കാനായിട്ടാണ് ഡ്രിബ്ലിംഗ് ക്വാളിറ്റി ടോപ്പാണ്. 185 സെന്റിമീറ്റർ ഉണ്ട്, 2 ഫുട്ടിട്ടും കളിക്കാം. അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണ് പുള്ളിയുടെ ക്രോസിങ്ങും ടാക്ലിങ്ങും, അതായത് ഡിഫൻസീവ് വർക്ക്ലോഡിലൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ആകാനുണ്ട്. അപ്പോൾ ഇത് ചാവി സിമൻസിന്റെ കാര്യം നോക്കാനായിട്ടാണ് ഇൽഡിസ് കുറച്ചുകൂടെ ഫിസിക്കലി ഇതായ പ്ലെയറാണ് ചാവി സിമൻസിനെക്കാളും. ബട്ട് നിങ്ങൾ ഔട്ട്പുട്ട് നോക്കാനായിട്ടാണ് ഇൽഡിസിനേക്കാൾ ഇപ്പോൾ ഔട്ട്പുട്ട് കൊടുക്കുന്ന പ്ലെയർ ചാവി സിമൻസ് ആണ്. 18ഓളം ബുണ്ടസ്ലീഗ മാച്ചുകൾ ഇന്ന് 13-14 ഗോൾസ് ആൻഡ് അസിസ്റ്റ് ഉണ്ട് ചാവി സിമൻസിന്. ഔട്ട്പുട്ട് കൂടുതൽ നമുക്ക് ഓൺ പേപ്പർ ചാവി സിമൻസിൽ നിന്ന് കാണുന്നുണ്ട്. ബട്ട് സിരിയയിൽ കമ്പയർഡ് ടു സിരിയ നമുക്ക് ബുണ്ടസ്ലീഗ കുറച്ചുകൂടെ ഓപ്പൺ ആണ്. സോ ഡെഫിനറ്റ്ലി അപ്പുറത്ത് നമ്മൾ നോക്കാനായിട്ടാണ് ചാവി സിമൻസ് മേ ബി ഇൽഡിസിനേക്കാളും റൈറ്റ് നൗ കുറച്ചുകൂടെ പ്രൂവൺ ആണെന്ന് വേണേൽ പറയാം. കുറച്ചുകൂടെ അപ്പുറത്ത് കേൾക്കുന്ന പ്രൈസ് 80 million euros ആണ് ഈ ചാവി സിമൻസിന്റെ കാര്യം വരുമ്പോൾ. ലൈപ്സിക്ക് 50 million euros ഫിക്സർ പ്ലസ് 40 million ഒരു ആഡ് ഓൺ പാക്കേജ് ആണ്. സോ ആഡ് ഓൺസ് ആണ്. സോ 50 million അവർ പേ ചെയ്തിട്ടുള്ളൂ ഫിക്സഡ് ആയിട്ട്. സോ 80 million euros ആണ് കേൾക്കുന്ന പ്രൈസ് ലൈപ്സിക്ക് വില്ലിങ് ആവും വിൽക്കാനായിട്ടോ എന്നുള്ള രീതിയിൽ. സോ ചാവി സിമൻസ് ഓർ ഇൽഡിസ്, ഇതിൽ ആരായിരിക്കും ബെറ്റർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ രണ്ടുപേരും പ്രോപ്പർ ബോളേഴ്സ് ആണ്. പ്രോബബ്ലി എന്നാ പറയുക, ചാവി സിമൻസിനേക്കാളും ഇഫ് എവറിത്തിങ് ഗോസ് റൈറ്റ് ഇൽഡിസ് മൈറ്റ് ഗീവ് യു മോർ ചാവി സിമൻസിനേക്കാളും ഇഫ് എവറിത്തിങ് ഗോസ് റൈറ്റ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ്. പക്ഷേ അതേ സമയത്ത് ഇൽഡിസിനേക്കാളും കുറച്ചുകൂടെ ലോ റിസ്ക് സൈനിങ് ആവാം ചാവി സിമൻസ്. കാരണം കുറച്ചുകൂടെയും പ്രൂവൺ എന്ന് വേണേൽ പറയാം റൈറ്റ് നൗ. പക്ഷേ യുണൈറ്റഡ് കുറച്ച് റിസ്ക് എടുക്കാൻ റെഡിയാണ്. ആസ്കിംഗ് പ്രൈസ് 90 million ആണ്. ഇഫ് യുണൈറ്റഡ് ഈസ് വില്ലിംഗ് ടു ടേക്ക് ദ റിസ്ക്, ഇഫ് റൈറ്റ് രീതി പ്രോഗ്രഷൻ പോവുകയാണെങ്കിൽ ഐ ഹാവ് എ വിയർഡ് ഫീലിംഗ് ഇൽഡിസ് മൈറ്റ് ഗീവ് യു മോർ ഓവർ ലോങ് ടൈം എന്നൊരു ഫീൽ ഉണ്ട്. ആൻഡ് അമോറിമിൻ്റെ സിസ്റ്റത്തിൽ ആ ഫ്രണ്ട് 3യിൽ ഇൽഡിസ് ചാവി സിമൻസിനേക്കാളും കുറച്ചുകൂടെ
ബെറ്റർ ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ആവും എന്നുള്ളൊരു ഫീലും ഉണ്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. അപ്പുറത്ത് ഇംഗ്ലണ്ട് ഇന്നലെ അൽബേനിയനെ 2-0 തോപ്പിച്ചിട്ടുണ്ട്. ടുക്കലിൻ്റെ ഫസ്റ്റ് മാച്ച് എ ഗ്രേറ്റ് സ്റ്റാർട്ട്, ക്ലിനിക്കൽ പെർഫോമൻസ് ഫ്രം ഇംഗ്ലണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.